ഒരു 7 വർഷം അല്ലേ, 7 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. 7 മോളെ കോവിഡ് ടൈമില് അതിനു മുകളിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറെ വീഡിയോസ് വന്നപ്പോ അതിന്റെയൊക്കെ താഴെ ഏറ്റവും കൂടുതൽ കമന്റ് വന്നത് ഞങ്ങൾക്ക് പണ്ടത്തെ അവിനാഷിനെ വേണമെന്നാണ്. അതെന്താണ് പണ്ടത്തെ അവിനാഷിനെ പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോഴും കമന്റ്സിൽ മൊത്തം വന്നത് നിങ്ങൾക്ക് ആർക്കും ഇയാളെ അറിയില്ല, സോളോ ട്രാവലർ ആയിരുന്നു, വളരെ അടിപൊളിയായിട്ട് വീഡിയോസ് ചെയ്തിരുന്ന ആളായിരുന്നു, ഇപ്പൊ ട്രാവൽ ഒന്നും ചെയ്യുന്നില്ല കുറച്ച് നാളായിട്ടല്ലേ. അപ്പൊ അത് ഒരുപാട് പ്രേക്ഷകർ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു 7 വർഷം മുമ്പല്ലേ ആ ട്രാവൽ ചെയ്തത്? എന്നായിരുന്നു ഫസ്റ്റ് സോളോ ട്രാവൽ? എപ്പോഴായിരുന്നു? ഞാൻ ആദ്യമായിട്ട് പോയത് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് നേപ്പാൾ വരെ സീറോ വിത്തൗട്ട് പൈസ ഒന്നും ഇല്ലാതെ ലിഫ്റ്റ് അടിച്ച് പോയതായിരുന്നു. അങ്ങനെ പോയപ്പം ആദ്യം 5000 പേരൊക്കെ, അത് ഭയങ്കര വ്യൂസ് ആയിരുന്നു അന്ന്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഒരു യാത്ര പ്ലാൻ ചെയ്ത് ഓൾ ഇന്ത്യ പോകാന്ന് വിചാരിച്ചു. അപ്പം എന്റെ കയ്യിൽ അന്ന് സ്കൂട്ടർ ഡിയോ ആയിരുന്നു, ഹോണ്ട ഡിയോ ആയിരുന്നു. അപ്പൊ ആ സ്കൂട്ടറിൽ തന്നെ പോകാന്ന് വിചാരിച്ചിട്ടാണ് ഞാനങ്ങ് ഇറങ്ങി തിരിച്ചാണ്. പക്ഷെ അതിലങ്ങ് ക്ലിക്കായി, വീഡിയോ ഒക്കെ റീച്ചായി, പിന്നെ ഒരുപാട് ആൾക്കാർ മീൻസ് സ്നേഹിക്കാൻ തുടങ്ങി. അന്നത്തെ ആ വീഡിയോയുടെ ഒരു ഇമ്പാക്ട് ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏതൊരു വീഡിയോന്റെ താഴെ ഉണ്ട് നമുക്ക് നമ്മുടെ പണ്ടത്തെ അവി വ്ളോഗ്സിനെയാണ് വേണ്ടതെന്ന്. അതിൽ ഏറ്റവും എല്ലാവരും പറയുന്നത് ഇപ്പൊ പുതുതായിട്ടൊരു ബൈക്ക് എടുത്തല്ലേ, ആ ബൈക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും പറയും ഞങ്ങൾക്ക് പണ്ടത്തെ ഡുവോ ബൈക്കിൽ പോയ പിന്നെ ഒരു യാത്രയൊക്കെ പ്ലാൻ ചെയ്യാൻ അതിനു വേണ്ടിയിട്ടായിരുന്നു വണ്ടി എടുത്തത്. യാത്ര പോകാൻ വേണ്ടിയിട്ടായിരുന്നു വണ്ടി എടുത്തത്. ആണല്ലേ? അപ്പൊ ഇനി നമുക്ക് അമ്മയുടെ കൂടെ പോവാം അല്ലേ? അമ്മ എന്തിനും തയ്യാറാണ്. ഞാൻ ഇവരോട് പറയും, എന്നോട് പറയാം അമ്മ നമുക്ക് എങ്ങനെയാ, ഞാൻ ശരി ഓക്കെ പോവാം. ഈ വണ്ടി പുതിയ വണ്ടി വന്നപ്പം പ്ലാൻ ചെയ്തപ്പോ അമ്മയ്ക്ക് ആദ്യം കൈക്ക് ഒരു ഫ്രാക്ചർ വന്നായിരുന്നു. അപ്പൊ അതൊന്ന് മാറട്ടെ അതെന്ന് പറയുമ്പോഴത്തേക്കിന് അച്ഛന് വണ്ടാനത്തായി. അച്ഛൻ്റെ അടുത്ത ആള് വേണമായിരുന്നു. റിപ്സിനാണെങ്കിൽ പൊട്ടൽ വന്നായിരുന്നു, ഒരു മരം വീണിട്ട്. അപ്പൊ അമ്മ ഹെൽപ്പിന് വേണമായിരുന്നു. അപ്പൊ പിന്നെ തിരിച്ചു വന്നപ്പോ പിന്നെ കുറച്ചു നാള് ആൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അപ്പൊ അങ്ങനെ അതങ്ങ് ക്യാൻസൽ ആയി. പിന്നെ നമ്മളൊരു ചെറിയൊരു സ്റ്റാർട്ടപ്പും തുടങ്ങിയായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ തിരക്കാരണം യാത്ര പിന്നെ എനിക്ക് മനസ്സിലായത് ഈ അമ്മയ്ക്ക് ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. അമ്മ എപ്പോഴും ഇങ്ങനെയാണോ? അമ്മ എപ്പോഴും ഇങ്ങനെയാണ് അല്ലേ? എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് അവിനാഷിന്റെ ലൈഫിൽ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് വന്നാലും കൂടെ ഏറ്റവും അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണല്ലേ? അതെ. അമ്മ എനിക്കൊരു പ്രശ്നം വന്നപ്പോ അമ്മ പുറത്തായിരുന്നു, എന്നിട്ട് പെട്ടെന്ന് തന്നെ എന്റെ അടുത്തോട്ട് തന്നെ വന്നു. ഞാൻ 2 മാസം ലീവിന് വന്നതാ, പിന്നെ പോയില്ല. ഓക്കെ. ഓ, അപ്പൊ അവിനാഷിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ ശ്രമിച്ചു ജനുവരിയിലേക്ക് വരാനായിട്ട്. അപ്പൊ ഇവനങ്ങനെ ഡൗൺ ആയി നിൽക്കുന്നവര്, അപ്പൊ എന്നെ വിട്ടില്ല. അപ്പൊ എന്നോട് പറഞ്ഞു ഏപ്രിലിൽ പോവാന്ന് പറഞ്ഞു. അപ്പൊ ശരി ഓക്കെ. അവരോട് ഞാൻ പറഞ്ഞു 2 മാസം ലീവിന് ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഉടനെ പ്ലാൻ ചെയ്തിട്ടാണ് പോക്ക് ക്യാൻസൽ ചെയ്തിട്ട് വരുന്ന രീതി തന്നെയാണ്. അവരോട് പറഞ്ഞില്ല. അപ്പൊ ഇവിടെ വന്നു. പിന്നെ 2 മാസം കഴിഞ്ഞപ്പോ അവര് വിളിച്ചപ്പോ ഞാൻ വരുന്നില്ല. പിന്നെ അമ്മ കൂടെ ഉണ്ട്. പിന്നെ അതിന് അന്ന് മുതല് അവിനാശിനോട് എവിടെ വേണേലും ഏറ്റവും വലിയ ബലം അതല്ലേ അവിനാശ്, അല്ലേ? നമ്മളുടെ കൂടെ ഒരാള്, അത് നമ്മളുടെ അമ്മ, നമ്മളെല്ലാം മനസ്സിലാക്കുന്ന അമ്മ ഉള്ളത്, അത് പോസിറ്റീവ് ആയിട്ടുള്ള അമ്മ. അമ്മ എന്റെ അടുത്ത് ഇങ്ങനെ പറയായിരുന്നു, നമ്മൾ കയറി വന്നപ്പോ തന്നെ ഇങ്ങനെ ഒരു സംസാരിച്ചപ്പോ പറയായിരുന്നു എനിക്ക് കൊച്ചി കാണുന്ന ഇഷ്ടാ, എനിക്ക് കൊച്ചിയിൽ പോകുന്ന ഇഷ്ടം. അമ്മയ്ക്ക് വലിയ വലിയ ആഗ്രഹങ്ങളില്ല, കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളേ ഉള്ളൂ. അതെ, എനിക്ക് എന്റെ മമ്മീനെ ഓർമ്മ വന്നു. അമ്മയുടെ അടുത്ത് സംസാരിച്ചപ്പോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളെ അവർക്ക് ഉണ്ടാവുള്ളൂ. അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ നമ്മുടെ അടുത്ത് പറയും, നമ്മളത് എങ്ങനെയെങ്കിലും അതുകൊണ്ട് മാക്സിമം ഞാൻ അമ്മ മിക്കവാറും എന്നെ അമ്പലത്തിൽ പോകാൻ വിളിക്കും. രാവിലെ അമ്പലത്തിൽ കൊണ്ടുപോവന് അങ്ങനെ ഒന്നാമത് ഡൗൺ അല്ലേ, അപ്പൊ ആളൊന്ന് ആക്റ്റീവ് ആട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ രാവിലെ പോകും. ചായ കുടിച്ച് അമ്പലത്തിലൊക്കെ പോയി ചായ കുടിച്ചിട്ട് തിരിച്ചു. അതാണ് നമ്മുടെ സന്തോഷം അല്ലേ? ഇപ്പൊ നേരത്തെ അമ്മ പറഞ്ഞ പോലെ അവിനാഷിന് ഒരു ബ്രേക്ക് വന്നാലും ആളുകൾ മറന്നിട്ടില്ല. അതാണല്ലോ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഇമ്പാക്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും പോസ്റ്റ് ഇടുമ്പോഴത്തേനും അതിന്റെ അടിയിൽ വീഡിയോ ചെയ്യാത്ത എന്താ വാ കേറി വാ. അതെ, എനിക്ക് പോലും ഇല്ലാത്ത ആഗ്രഹങ്ങളാണ് അവർക്കുള്ളത്. കോൺഫിഡൻസ് ആണ് അവർക്ക്, സപ്പോർട്ടാ. ഞാൻ എങ്ങനെയെങ്കിലും വീഡിയോ ഇടാം. പക്ഷെ അത് ഞാൻ എപ്പോഴും പറയുന്ന ഭയങ്കര ബ്ലെസ്സിങ് ആണ്. അപ്പൊ ആൾക്കാർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അതെ, ഇപ്പോഴും മീൻസ് മുന്നോട്ട് പോകുന്നതിന്റെ ഒക്കെ റീസൺ ഒക്കെ ഇവരെല്ലാവരും ആണ്. കാരണം ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും വീഡിയോ ചെയ്യുക, എപ്പോഴെങ്കിലും മെസ്സേജ് അയക്കും ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇഷ്ടം പോലെ ആൾക്കാരാണ് മെസ്സേജ് അയക്കാറ്. അതെ, അതൊക്കെ നമുക്ക് പിന്നെ സബ്സ്ക്രൈബർ ഫുൾ സപ്പോർട്ടാണ്. അതാണ് ഒരു ഭയങ്കര. അതെ, നമ്മൾ അന്വേഷിക്കാം. എനിക്ക് തന്നെ ചില സമയത്ത് നമുക്ക് തോന്നാറില്ല, നമ്മുടെ ലൈഫിൽ ഭയങ്കര ഡിഫിക്കൽട്ടീസ് വരുമ്പോൾ നമ്മളുടെ കൂടെ നിൽക്കുന്ന നമ്മൾ അറിയുന്നവരെക്കാൾ നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് ഒരു പരിചയം ഇല്ലാത്തവരായിരിക്കും, ഇതുപോലുള്ള സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും. അത് നമുക്ക് തരുന്ന ഒരു ബലം എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരിക്കും അല്ലേ? വളരെ വലുത് തന്നെയാണ്. ഒരു സമയത്തൊക്കെ ഞാൻ ഫുൾ ഡൗൺ ആയിരുന്നു, പക്ഷെ അവിടെ നിന്നൊക്കെ ഇപ്പൊ മാറി, ഇപ്പൊ എല്ലാം ഓക്കെ. പറയും കേറി വാ അടിച്ച് കേറി വാ മോനെ കേറി വാ എന്നും പറഞ്ഞിട്ട് മെസ്സേജുകളാ വരുന്ന സന്തോഷം തോന്നും. ശരിക്കും നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല.
അതിട്ട് പോലും അവര് പറയുന്നുണ്ട് എന്റെ മോനെ പോലാണ്, എന്റെ അനിയനെ പോലാണ്, കേറി വാ. അപ്പൊ ഞാൻ അവിനാശ് ഇത് കാണുന്നില്ലയോ, അതെ. എനിക്ക് തോന്നുന്നു അമ്മയുടെ ഈ ഒരു ഫേസ് എല്ലാവർക്കും അങ്ങനെ, കാരണം ഇന്റർവ്യൂല് ആദ്യമായിട്ടാണല്ലോ അമ്മ വരുന്നത്. അപ്പൊ ഇപ്പോഴായിരിക്കും അമ്മ ഇത്രയും ചില്ലാണ്, ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണെന്ന് അറിയണം. മേ ബി അവിനാശിന്റെ ഇപ്പൊ റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിൽ ഏറ്റവും സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുന്നതും അമ്മ തന്നെയായിരിക്കും. ഞാൻ വീഡിയോ എടുക്കുമ്പോ പോലും അമ്മ അങ്ങനെ എത്ര ആക്റ്റീവ് ആവില്ല. അമ്മ പെട്ടെന്ന് ക്യാമറ ഉള്ള ഒരു ഫിയർ കാണിക്കും. അപ്പൊ അങ്ങനെ അല്ലാട്ടോ, അതൊക്കെ വെറുതെയാണ്. അമ്മ ശരിക്കും ഭയങ്കര ചില്ലാണ്. ഇനി അമ്മയുടെ കൂടെയാണ് നമ്മൾ വ്ളോഗ് ഇടാൻ പോകുന്നത്. അങ്ങനെ കൂടുതൽ ഫ്രണ്ട്സ് ഒന്നും അങ്ങനെ ഫ്രണ്ട്സ് പിന്നെ നമ്മുടെ നാട്ടിലുണ്ട്, ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട്. +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ടായിരുന്നു. വീഡിയോസിലുണ്ടായിരുന്നു കുറെ പേര്, പണ്ടത്തെ വീഡിയോസ്. അതിനു മുന്നേ ഞാൻ പഠിക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ടായിരുന്നു. പിന്നെ അതിൽ എന്റെ ഒരു കൂട്ടുകാരന് മരിച്ചു പോയായിരുന്നു. പിന്നെ അതിനുശേഷം എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊന്നും, പിന്നെ ഞാൻ മീൻസ് ആ ഒരു സ്ഥലത്തോട്ട് എങ്ങോട്ടും അങ്ങനെ പോകത്തൊന്നുമില്ലായിരുന്നു. പിന്നെ അതിനുശേഷമാണ് ഞാൻ പിന്നെ ഒരു യാത്ര ചെയ്ത് തുടങ്ങിയത്. ആ ഒരു ഇൻസിഡന്റ് ശരിക്കും ഡൗൺ ആയിപ്പോയി. ഞങ്ങളും പേടിച്ചു പോയി. കാരണം ഫുൾ ടൈം അങ്ങ് കരച്ചില്ല. അത് നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു കുഞ്ഞായിരുന്നു. ഒരു ആക്സിഡന്റ് പെട്ടെന്ന് മരിക്കുക എന്ന് പറയുമ്പോഴത്തേനും ഷോക്ക് പറ്റില്ല. എനിക്ക് പോലും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ നാള് പിന്നെ ഞാൻ വീട്ടിൽ എന്ന് വെച്ചാൽ ഫ്രണ്ട്സ് എല്ലാം കായംകുളത്തായിരുന്നു. അങ്ങോട്ട് പോകാതെ വന്ന് ഇങ്ങനെ ഞാൻ ഒരു യാത്ര അങ്ങ് പോയതാണ്. അങ്ങനെയാണ് വ്ളോഗിംഗ് അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത്. വ്ളോഗിംഗ് അതിന് മുന്നാണ്. ഞാൻ വീട്ടില് പൂച്ചയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഗപ്പി ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒക്കെ വീഡിയോ ചുമ്മാ ചെയ്തു. ഗപ്പിയുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഗപ്പിയുടെ വീഡിയോസ്, അതായത് ഗപ്പി ഇനി എന്താ എങ്ങനെ വളർത്തണം എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോരോ വീഡിയോ ചെയ്ത് പിന്നെ ഇതായിട്ട് പിന്നെ ഒരു യാത്ര ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ഞാൻ നേപ്പാളിലേക്ക് ഒരു ഞങ്ങളോട് പറഞ്ഞില്ല, ഞങ്ങളോട് പറഞ്ഞു എറണാകുളത്ത് പോകാന്ന് പറഞ്ഞു. അപ്പൊ ഇറങ്ങി കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ നേപ്പാളിൽ പോകാന്ന്. അപ്പൊ നമ്മുടെ ഒരു ബന്ധു വിളിച്ചില്ല, മോൻ നേപ്പാളിൽ പോയോ? അപ്പൊ ഞാൻ വിളിച്ച് ഞാൻ എറണാകുളത്ത് അന്ന് എനിക്ക് 19 വയസ്സായിരുന്നു. അപ്പം എനിക്ക് അങ്ങനെ പേടി എന്ന് പറയുന്ന സംഭവം അറിയത്തില്ലായിരുന്നു. ആൾക്കാർ കമന്റിലൂടെയാണ് പറഞ്ഞത് അവിടെ ഇത്രയും പ്രശ്നമുണ്ട്. മഹാരാഷ്ട്രയിലൊക്കെ പോയപ്പോ അവിടെ പ്രശ്നമുണ്ട്. ഞാൻ അവിടെ റോഡ് സൈഡിലൊക്കെ ആയിരുന്നു കിടന്നത്. എന്നാൽ 0 ബഡ്ജറ്റിൽ ട്രാവൽ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തില്. പക്ഷെ അത് സക്സസ് ആയി. എന്നാലും അത് ഒന്ന് ആലോചിച്ച് 19 വയസ്സിലല്ലേ, നമുക്ക് ഒന്നും തന്നെ അറിയില്ല. എന്നാലും ചെറിയൊരു വീഡിയോ ഒക്കെ ഉണ്ടാവില്ല. അതും വീട്ടില് കൊച്ചിയിൽ പോവാണെന്ന് പറഞ്ഞിട്ട് നേപ്പാൾ വരെ പോവാ, അതും കയ്യിൽ പൈസ ഇല്ല. ആ ഒരു സ്ട്രെങ്ത് വന്നത് മേ ബി ഈ ഒരു വിഷമമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടും ആയിരിക്കും അല്ലേ? അതെ, അങ്ങനെ അങ്ങ് പോയതാണ്. അവിടെ നിന്നാണ് നമ്മളുടെ ട്രാവലിംഗ് തുടക്കം. അത് തന്നെ. അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ, ഓൾ ഇന്ത്യ ആണ് കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് പോയത്. പിന്നെ ഒരുപാട്, അതായത് തുടക്കം മുതൽ ആൾക്കാർ ഇങ്ങനെ ഫുള്ള് കാണുമായിരുന്നു. നല്ല സപ്പോർട്ടായിരുന്നു. ഇനി അമ്മയുടെ അടുത്ത് ചോദിക്കട്ടെ, അവി വ്ളോഗ്സ് നമുക്കറിയാം, അവിനാശ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കോണ്ടന്റ് ക്രിയേഷനിലൂടെ അറിയാം. ശരിക്കും അവിനാശ് എങ്ങനെയാ വീട്ടില്? സൈലന്റ് എന്ന് പറയുമ്പോ പാവം സൈലന്റ് അങ്ങനെയാണ്. കാരണം വലിയ ബഹളങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു ആളാണ് പൊതുവെ. പക്ഷെ വീഡിയോയില് ആള് നല്ലപോലെ സംസാരിക്കും. പിന്നെ എന്നെ കാണുന്നവരും ചോദിക്കും, വീഡിയോ കാണുന്ന പോലെ അല്ല നേരിട്ട് കാണുമ്പോ നമ്മൾ വീഡിയോ എടുക്കുമ്പോ കുറച്ച് എനർജി വേണ്ട. ഞാനിപ്പോ ക്യാമറയുടെ ഫ്രണ്ടിൽ അറിയത്തില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ സംസാരിച്ച് പോകുന്നുണ്ട്. പക്ഷെ നേരിട്ട് ആദ്യമായിട്ട് കാണുമ്പോ എനിക്കൊരു ചെറിയൊരു ഇൻവെർട്ടർ ആണെന്ന് അങ്ങനെ പറയാം. സൈലന്റ് ആണ്. പക്ഷെ നമ്മള് ഒന്ന് ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, നന്നായി സംസാരിക്കുന്ന ഒരാളാണ്. ശരി, നമ്മള് വീഡിയോയിൽ കാണുന്ന പോലെ ആവണമെന്നില്ലല്ലോ റിയൽ ലൈഫിൽ, അത് ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. അപ്പൊ ശരിക്കും കുട്ടി ചെറിയൊരു സൈലന്റ് ആയിട്ടുള്ള ഒരു പാവം കുട്ടിയാണ് അല്ലേ? അമ്മയുടെ അടുത്ത് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ടാണ്. അതെ, ബെസ്റ്റ് ഫ്രണ്ട് ആണ് അമ്മ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അതെ, ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അഡ്വൈസസ് ഒക്കെ കൊടുക്കുന്നത് അമ്മയാണോ? അവിനാശ് ഏറ്റവും ലോ ആയിരുന്ന ടൈമില് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് അമ്മയല്ലേ? അമ്മയുണ്ട്, പിന്നെ എന്റെ ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ എനിക്കൊരു അനിയനുണ്ട്. അവരെല്ലാരും കുറെ ആളുകളുണ്ടായിരുന്നു, സപ്പോർട്ടായിരുന്നു. അപ്പൊ അതില് ഷാരോണ്, ശ്രീകുട്ടൻ, ഇങ്ങനെ കുറെ പിള്ളേരൊക്കെ. അപ്പൊ അവരാണെങ്കിൽ ഒരു യാത്ര പോകാൻ വേണ്ടിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ എന്നെ കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇതെല്ലാം ഒന്ന് മറക്കാൻ വേണ്ടിട്ട് അവര് നിർബന്ധിച്ച് കൊണ്ടുപോയി. കാരണം എന്നോട് പറഞ്ഞമ്മ ഞങ്ങൾ പോവാണ്, കാരണം അവിനാശിനെ ഒന്ന് ഇതാക്കി എടുക്കട്ടെ എന്നും പറഞ്ഞിട്ട് കൊണ്ടുപോയി. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വന്നത്. അന്ന് ഉത്തരാഖണ്ഡ് മീൻസ് ജമ്മു ആൻഡ് കാശ്മീർ അവിടെ എല്ലാം പോയിട്ടാണ്. അപ്പൊ ഓക്കെ, കുറച്ച് വ്യത്യാസം. യാത്രയൊക്കെ ചെയ്യുമ്പോ നമ്മൾ പോലും അറിയാം, അത് നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ ചെയ്യുമ്പോ അല്ലേ? അതെ, ഞാൻ പിന്നെ അങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ പോയിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഒരു നല്ലൊരു ഫീൽ ആയിരുന്നു.